CMFിന്റെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് CMF ഫോൺ 1. അതുപോലെ തന്നെ റിയൽമിയുടെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ് റിയൽമി P1ഉം അതുപോലെ തന്നെ റിയൽമി നാർസോ 70യും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CMF ഫോൺ 1ഉം റിയൽമി P1ഉം അതുപോലെ തന്നെ റിയൽമി നാർസോ 70യും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമി P1ഉം അതുപോലെ തന്നെ നാർസോ 70യും തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഏകദേശം സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. അപ്പം ഈ രണ്ട് ഫോണുകളും സെയിം ആണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഒന്നുകിൽ റിയൽമി P1 അല്ലാന്നറിയാൻ നാർസോ 70 എന്നേ പറയുള്ളൂ. അത് പറയുമ്പം അത് മറ്റേ ഫോണിനും കൂടി ബാധകമാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 1ൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമിയിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ മൂന്ന് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. മൂന്ന് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഈ മൂന്ന് ഫോണുകളിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. മൂന്ന് ഫോണുകളുടെയും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. അപ്പം ഈ ഒരു കാര്യത്തിലൊന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളിലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഏകദേശം അടുത്ത് വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മൂന്ന് ഫോണുകളിലും വരുന്നത്. മൂന്ന് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. CMFിന്റെ വെയിറ്റ് വരുന്നത് 197 ഗ്രാമാണ്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. അപ്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ് റിയൽമിയുടെ ഫോണുകൾക്കാണ്. CMFിന്റെ തിക്നെസ് വരുന്നത് 8 mm ആണ്. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 7.97 mm ആണ്. അപ്പോൾ തിക്നെസിന്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. CMFിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP54 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ CMFിൽ ബാക്ക് പാനൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ റിയൽമിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ അല്ല വരുന്നത്. സാധാരണ ഫോണുകൾ കാണുന്ന ബാക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരു ഡിസൈനാണ് വരുന്നത്. ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഇതിൽ ഏത് ഡിസൈനാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CMFിൽ MediaTek Dimensity 7300 എന്ന പ്രോസസറാണ് വരുന്നത്. റിയൽമിയിൽ MediaTek Dimensity 7050 എന്ന പ്രോസസറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ എന്ന് ചോദിച്ചാൽ CMF ഫോൺ 1ൽ വരുന്ന MediaTek Dimensity 7300 എന്ന പ്രോസസറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ. ഭയങ്കര വലിയ ഡിഫറൻസ് വരും എന്നല്ല, എന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ CMF ഫോൺ 1ൽ വരുന്ന പ്രോസസറാണ്. മെയിൻ ആയിട്ട് പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോണുകളിൽ CMF ഫോൺ 1 സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. CMFിൽ 10 5G ബാൻഡ്സ് ആണ് വരുന്നത്. റിയൽമിയിൽ 9 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും 8GB റാം 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. റിയൽമി P1ൽ ഇത് കൂടാതെ 8GB റാം 256GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. മൂന്ന് ഫോണുകളിലും LPDDR4Xന്റെ റാമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ CMFിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. റിയൽമിയിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ CMFിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. എന്നാൽ റിയൽമിയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിയുടെ ഫോണുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല റിയൽമിയുടെ ഫോണുകളിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. എന്നാൽ CMF ഫോൺ 1ൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. ചില ആൾക്കാർക്ക് അതും ഒരു ഡീൽ ബ്രേക്കർ ആയേക്കാം. ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. CMFിൽ നത്തിങ് OS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. റിയൽമിയുടെ ഫോണുകളിൽ റിയൽമി സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ റിയൽമിയിൽ കുറച്ച് എക്സ്ട്രാ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ CMFിൽ വരുന്ന നത്തിങ് OS സോഫ്റ്റ്വെയറിൽ അങ്ങനെയല്ല. കാര്യമായിട്ട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പരസ്യം വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ റിയൽമിയിൽ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ലഭിച്ചേക്കാം. പിന്നെ സോഫ്റ്റ്വെയർ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളുടെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് ഫോണുകളിലും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും മൂന്ന് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ CMFിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ സോണിയുടെ മെയിൻ ക്യാമറ സെൻസറാണ്. റിയൽമിയിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ സെൻസറാണ്. ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ CMF കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും CMF ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്.
പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും CMF ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ, കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും സ്ലൈറ്റ്ലി ബെറ്റർ CMF ആയിരിക്കും. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഈ 3 ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ CMF ഫോൺ 1 ആയിരിക്കും എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. CMF ഫോൺ 1ൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. റിയൽമിയുടെ ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിയുടെ ഫോണുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല റിയൽമിയുടെ ഫോണുകളിൽ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും കൊടുത്തിട്ടുണ്ട്. എന്നാൽ CMF ഫോൺ 1ൽ അങ്ങനെയല്ല, ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഇല്ല. അപ്പം ആ ഒരു കാര്യത്തിലും റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ 3 ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും, കാരണം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3 ഫോണുകളുടെയും 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് സെയിം ആണ്, 15,999 രൂപയാണ് വരുന്നത്. പിന്നെ CMF ഫോൺ 1ൽ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. റിയൽമിയുടെ 2 ഫോണുകളുടെയും ഈ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. അപ്പം 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഫോണുകൾക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറവ്. പിന്നെ റിയൽമി P1ൽ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. എന്നാൽ ഇങ്ങനൊരു വെർഷൻ മറ്റ് 2 ഫോണുകളിലും വരുന്നില്ല. എന്നാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 1ൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാനൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണുകളിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP54 റേറ്റിംഗ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ 3 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ മെയിനായിട്ട് പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ CMF ഫോൺ 1 നോക്കാവുന്നതാണ്. അല്ല ഈ 3 ഫോണുകളിൽ ക്യാമറയാണ് മെയിൻ ഫോക്കസ് എന്നുണ്ടെങ്കിൽ CMF ഫോൺ 1 നോക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് മെയിനായിട്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഫോണിൽ നോക്കാം. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും 3.5mm ഓഡിയോ ജാക്കൊക്കെ വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിയൽമിയുടെ ഫോണിൽ നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ റിയൽമി P1ഉം നാർസോ 17 തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഇല്ല. അപ്പം ഈ 2 ഫോണുകളിൽ ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. രണ്ടും ഏകദേശം സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ 3 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.